ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് റോസ്മേരി ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് കേട്ടോ. റോസ്മേരി ഓയിൽ നമുക്ക് മാർക്കറ്റിൽ, അങ്ങാടിക്കടയിലൊക്കെ, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് 50 രൂപയൊക്കെ ആവത്തുള്ളൂ. അല്ലാതെ തന്നെ റോസ്മേരി ഓയിലിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പം ഓൺലൈനായാലും കടകളിൽ, സൂപ്പർ മാർക്കറ്റിലായാലും 800, 900 ആ ഒരു റേറ്റിനൊക്കെ വരും കേട്ടോ. അപ്പം നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റോസ്മേരി. ഇത് നല്ല ഉണങ്ങിയതാണ് കേട്ടോ. ഇതിപ്പം അങ്ങാടിക്കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. വെറും 50 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇതേപോലെ വരും. ഇപ്പോൾ ഒരു പാക്കറ്റിന് 50 രൂപയേ ഉള്ളൂ. ഞാനിത് അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഡബിൾ ബോയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസ്മേരി ഓയിൽ. അപ്പം നമുക്ക് അതിനകത്ത് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർക്കാൻ പോകുന്നത്. 100 ഗ്രാമാണ്. 100 ഗ്രാം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കുക. അപ്പം ഇതേപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ, 100 ഗ്രാം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നേരിട്ട് നമ്മൾ ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ ഡബിളായിട്ട് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാം നമുക്ക് എളുപ്പത്തിന് വേണ്ടി. നമുക്ക് ഒരുപാട് പേര് കുക്കിങ്ങിനായാലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേറെ ഒട്ടേറെ ഗുണങ്ങളാണ് ഇപ്പം ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. റോസ്മേരി 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഓയിലിലോട്ട് ചേർക്കാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി യോജിപ്പിന് ശേഷം അതൊന്ന് ഡയറക്റ്റായിട്ട് ചൂടായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. ഇപ്പം മുടി വളരാനായാലും താരനകറ്റാനാണെങ്കിലും റോസ്മേരി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ടോണറായിട്ടും സെറമായിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ഫുഡിലായിരിക്കും ഒരുപാട് ചേർക്കുന്നത്. പക്ഷേ ഇപ്പം ഹെയറിൽ ഉപയോഗിക്കുന്നതിലും നല്ല ഗുണങ്ങളാണ് ഉള്ളത്. ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഡാൻഡ്രഫ് അകറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് റോസ്മേരി. അപ്പോൾ ഈ ഹെയർ ഓയിൽ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡയറക്റ്റായിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. റോസ്മേരിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ റോസ്മേരിയിൽ അടങ്ങിയിരിക്കുന്നത് കാർണോ ആസിഡ് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കോക്കനട്ട് ഓയിലോ ബദാം ഓയിലോ ഒലീവ് ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടുള്ളത്. അതായത് കോക്കനട്ട് ഓയിൽ കുറച്ച് എടുക്കുക. ഇതിൽ നിന്ന് 5 ഡ്രോപ്സ് വെള്ളം എടുക്കണം റോസ്മേരി ഓയിൽ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നന്നായിട്ട് ഒരു തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കുറച്ചൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് റോസ്മേരിക്ക് കേട്ടോ. ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് കോക്കനട്ട് ഓയിൽ കുറച്ച് എടുക്കുക. എന്നിട്ട് റോസ്മേരി 5 ഡ്രോപ്സ് എടുക്കണം. എന്നിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് നല്ലൊരു എസെൻഷ്യൽ ഓയിലാണ്. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് 1 ഇയറൊക്കെ വെച്ചേക്കാം കേട്ടോ. ഡെയിലി നമ്മൾ 5 ഡ്രോപ്സ് വെച്ച് ഒഴിക്കുന്ന സമയത്ത് ഇപ്പം അധികം ഇരിക്കുമല്ലോ. അപ്പം വെളിച്ചെണ്ണ കുറച്ച് എടുക്കുക, 5 ഡ്രോപ്സ് ഒഴിക്കുക. എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്കൊരു അരിപ്പയിൽ അരിച്ച് മാറ്റി വയ്ക്കാം. ഇതേപോലെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടുള്ളത് കേട്ടോ. റോസ്മേരിയിൽ
ഓയിൽ നല്ലൊരു ഗുണമുള്ളതാണ് കേട്ടോ. മുടി വളരാനാണെങ്കിലും താരനകറ്റാനാണെങ്കിലും ഒക്കെ നമ്മൾ സഹായിക്കുന്ന നല്ലൊരു ഓയിലും കൂടിയാണ്. അപ്പം നന്നായിട്ട് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും, ഡാൻഡ്രഫൊക്കെ നമുക്ക് മാറ്റിത്തരും. അപ്പോൾ ഉപയോഗിക്കേണ്ടുള്ള രീതി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് എടുക്കുക, അതിലേക്ക് 5 ഡ്രോപ്സ് ആണ് റോസ്മേരി ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ തലയിൽ തേക്കേണ്ടുള്ളത് കേട്ടോ. ഡയറക്റ്റായിട്ട് ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമാണ് വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. കോക്കനട്ട് ഓയിലോ ബദാം ഓയിലോ ഒലീവ് ഓയിലോ ഇത് വേണമെങ്കിലും എടുക്കാം. അത് കുറച്ച് എടുത്തിട്ട് 5 ഡ്രോപ്സ് വേണം റോസ്മേരി ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ വേണം ഇത് യൂസ് ചെയ്യേണ്ടുള്ളത് കേട്ടോ. ഇപ്പം ഇത് കണ്ടില്ലേ, ഇതാണ് തയ്യാറായിട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു കളറും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. റോസ്മേരിയിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ കണക്ക് കടയിലൊക്കെ മുറ്റം വാങ്ങിക്കാൻ പോകണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 50 രൂപയേ ആവത്തുള്ളൂ. 50 രൂപ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഓയിലാണ് റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.